അന്ന് ആദ്യമായിരുന്നില്ല അവർ തമ്മിൽ കാണുന്നത്. ഇവിടെ വെച്ച് രാമചന്ദ്രൻ പരിചയപ്പെടുത്തിയതിനു ശേഷം എത്രയോ പ്രാവശ്യം ഇവിടെ വെച്ച് തന്നെ കണ്ടുമുട്ടി. കോളേജിലെ ആൾക്കൂട്ടത്തിൽ വേറെയും. പക്ഷേ അവൾ പറയുന്നത് അയാൾ കോളേജിലെ നേതാവും കഥാ എഴുത്തുകാരനുമൊക്കെ ആയതുകൊണ്ട് നേരത്തെ അറിയാമെന്നും ഇവിടെ വെച്ച് പരിചയപ്പെടുത്തുന്നതിന് മുൻപ് രാമചന്ദ്രൻ തന്നെ കോളേജിൽ വെച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ്. അപ്പോൾ അയാൾ വലിയ ഗമയും ഭാവവും ഒക്കെ കാണിച്ച് ചിരിയില്ലാത്ത ഒരു ചിരിയും വരുത്തി എങ്ങോ നോക്കി നിൽക്കുകയാണത്രേ ഉണ്ടായത്. മുഖത്ത് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തനി തിരുവനന്തപുരം തണ്ട് കാണിച്ചു പോലും. പരിചയപ്പെടുത്തിയെന്നവൾ പറയുന്ന രാഗം അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലെങ്കിലും ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്തർ സർവകലാശാല യുവജനോത്സവത്തിലേക്കുള്ള യൂണിവേഴ്സിറ്റി കലാസംഘത്തിന് മലയാളം വകുപ്പിൽ വെച്ച് പരിശീലനം നൽകുന്നുണ്ടായിരുന്നു. ആ സംഘത്തിൽ ഗായികയായി അവൾ ഉണ്ടായിരുന്നത്രേ. അവളുടെ ക്ലാസ്മേറ്റും തൻ്റെ സ്നേഹിതനുമായ രാമചന്ദ്രനും ഗായകനായി ആ സംഘത്തിലുണ്ടായിരുന്നു. അവരുടെ പരിശീലനം കാണുവാൻ കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്ന അയാൾ പലപ്പോഴും പോകാറുണ്ടായിരുന്നു എന്നതും ശരിയാണ്. അപ്പോൾ കുറേയധികം പെൺകുട്ടികളുണ്ടായിരുന്ന ആ സംഘത്തിലെ ആ അംഗത്തെയും രാമചന്ദ്രൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവാം. അന്ന് കമ്മ്യൂണിസം എന്ന മനോഹര സങ്കല്പം അല്ലാതെ യാതൊരു മൃദുല ഭാവവും മനസ്സിലുണ്ടാകരുതെന്ന് കർശനമായി സ്വയം നിർദ്ദേശിച്ചിരുന്ന അയാൾ അവരെ പൊതുവായി നോക്കി പല്ലുളിക്കുകയല്ലാതെ ആരെയും പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നതു മാത്രമായിരുന്നു സത്യം. എങ്കിലും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ബാഹ്യഭാഗമായ ഒരു പരുക്കൻ രാഷ്ട്രീയ സ്വാധീനത്തിനെ അതിജീവിക്കുന്ന ഒരു കാൽപ്പനിക മാനവ ജീവിതത്തിൻ്റെ ഭാവിലോലതകൾ എന്നും അയാൾ സ്വന്തമായി സൂക്ഷിച്ചിരുന്നു എന്നതാണ് സത്യം. അങ്ങനെ സാഹിത്യത്തിലും കലയിലും ഒക്കെ സ്വകാര്യ താല്പര്യങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അയാൾക്ക് സ്നേഹിതന്മാരായി കിട്ടിയതും സ്വാഭാവികമായി ആ രംഗത്തുള്ളവർ തന്നെയായിരുന്നു. ഇന്ന് പ്രശസ്ത ചിത്രകാരനായി അറിയപ്പെടുന്ന എ രാമചന്ദ്രൻ അന്ന് ഒരു സാഹിത്യ വിദ്യാർത്ഥിയും സംഗീത ശാസ്ത്രീയമായി തന്നെ പഠിച്ച ഗായകനുമായിരുന്നു. അവർ ഉറ്റമിത്രങ്ങളായി തീർന്നത് രണ്ടുപേരുടെയും മനോഘടനയും സ്വാഭാവിക സാഹോദര്യം കൊണ്ട് മാത്രമാണ്. രണ്ടുപേരും പ്രേമത്തിൽപ്പെട്ടതും ഒരേ കാലത്തെ സമാന്തര സങ്കടങ്ങളായി. കഥയിലും കവിതയിലും കലയിലുമെല്ലാം ആശ്വാസവും വിമോചനവും സ്വാതന്ത്ര്യവും തേടി നടന്ന അയാൾ എന്നും ഒരു സ്വപ്നാടകനായിരുന്നു. കമ്മ്യൂണിസവും വിപ്ലവമൊക്കെ അയാൾക്കന്ന് കാൽപ്പനിക സ്വപ്നവും വ്യതവും വീറുമായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെയാണല്ലോ അന്ന് നിയമവിരുദ്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൽ പ്രവർത്തിക്കുവാനും വർഗരഹിതമായ സമത്വ സുന്ദര ലോകം കെട്ടിപ്പടുക്കുവാൻ. അന്ന് ഓലമേഞ്ഞ പുരയായിരുന്നു തിരുവനന്തപുരം നന്ദാവനത്തെ പോലീസ് ക്യാമ്പ്. തീ കത്തിക്കുവാനുള്ള സാഹസിക യജ്ഞത്തിൽ ഭാഗമാകാൻ തയ്യാറായതും അതുകൊണ്ട് തന്നെ. ഒളിവിലായിരുന്നതിൽ അന്ന് എല്ലാവരും രഹസ്യമായി ആശാൻ എന്ന വ്യാജനാമത്തിൽ വിളിച്ചിരുന്ന സഖാവ് KV സുരേന്ദ്രനാഥ് സിറ്റി കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ അല്പം ഏകാധിപത്യഭാവത്തിലും ലേശം കർശന സ്വരത്തിലും നിർബന്ധമായി തടഞ്ഞില്ലായിരുന്നെങ്കിൽ അന്നത്തെ സ്റ്റുഡൻറ് ഫാക്ഷൻ നേതാവായിരുന്ന സഖാവ് സണ്ണി സെബാസ്റ്റ്യൻ്റെ നിർദ്ദേശപ്രകാരം താനുൾപ്പെടെയുള്ളവർ മിക്കവാറും ആ തീയിലോ അനന്തര നടപടിയിലോ ആത്മാഹൂതി ചെയ്യുമായിരുന്നു എന്നതും തീർച്ചയായിരുന്നുവല്ലോ. ഏതോ ഒരു ആദർശത്തെ, കാൽപ്പനിക സ്വപ്നത്തെ ചമത്കാരപൂർണമായ ദർശനമായി സാക്ഷാത്കരിച്ച് നടക്കുന്ന ദിവാസ്വപ്നങ്ങളുടെ നാളുകളായിരുന്നു അത്. സാഹിത്യവും കലയും എല്ലാം അതുപോലെ തന്നെയായിരുന്നു അന്ന്. അനിവാര്യമായ ഒരാവശ്യം, പ്രായത്തിൻ്റെ ഒരു നിർബന്ധം. അയാൾ പലപ്പോഴും വൈകുന്നേരങ്ങളിൽ വാട്ടർ വർക്സിലെ പാർക്കിൽ ചെന്നിരിക്കാറുണ്ടായിരുന്നു. മിക്കവാറും തനിച്ച്, അല്ലെങ്കിൽ ഏറ്റവും ഉറ്റ സ്നേഹിതന്മാരായിരുന്ന രാമചന്ദ്രനോടോ ONVയോടോ ഒത്ത്. രാമചന്ദ്രനും ONVയും ഉണ്ടെങ്കിൽ സായാഹ്നങ്ങൾ സംഗീത സമൃദ്ധമോ കാവ്യസമ്പന്നമോ ആയിത്തീരും. രണ്ടാൾക്കും അതിമനോഹരമായി കവിത ചൊല്ലുവാനാകും. ആ കാവ്യലഹരിയിൽ ലയിച്ചെങ്ങനെ കഴിയും. തനിച്ചാണെങ്കിൽ കയ്യിലെ പുസ്തകത്തിലെ 1-2 താളുകൾ മറയുകയേ വേണ്ടൂ. സ്വന്തം ഭാവനയിൽ മുങ്ങിമയങ്ങി ഏതോ വിദൂര സ്വപ്നങ്ങളിലെയും സ്വന്തം വ്യക്തി ജീവിതത്തിൻ്റെ വ്യാകുലതകളിൽ നിന്ന് വിമോചന യാത്രകൾ, തീർത്ഥാടനങ്ങൾ. എന്തായിരുന്നു ഇത്ര ചെറുപ്പത്തിലെയുള്ള ഈ വ്യാകുലതകൾ? അതിദയനീയമായ ഒരു ബാല്യകാലത്തിൻ്റെ ദാരുണവേദനകൾ, കൗമാരത്തിൻ്റെ കരിഞ്ഞ കിനാവുകൾ, സ്വകാര്യ വിഹലതകൾ, നിഷ്ഫലമോഹങ്ങൾ, അമ്പരിപ്പിക്കുന്ന ഇല്ലായ്മകൾ, സ്നേഹശൂന്യതയുടെ വല്ലായ്മകൾ, കൂട്ടുകുടുംബത്തിലെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലെ നിസ്സഹായതകൾ.
പാർക്കിലെ ചുവന്ന സായാഹ്നത്തിൻ്റെ വിഷാദപൂരിതമായ ഏകാന്തതയിൽ സുഹൃത്തുക്കളുടെ കവിതാലാപനത്തിലോ പുസ്തകങ്ങളിലെ താളുകൾ തുറന്നു തന്ന വശ്യവിസ്മൃതിയുടെ ചിരപുരാതനകളിലോ സ്വന്തം ചുമടുകളിറക്കി മയങ്ങിക്കിടന്നു. ഒരിക്കൽ ഒരു വൈകുന്നേരം ONVയുമൊത്ത് വാട്ടർ വർക്ക്സ് പാർക്കിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിലെ മണൽപ്പരപ്പിൽ ഒരു കൊച്ചു പെൺകുട്ടിയും അവളുടെ ചേട്ടനെന്നു തോന്നിച്ച ഒരാൺകുട്ടിയും കളിക്കുന്നുണ്ടായിരുന്നു. നല്ല കൗതുകം തോന്നിച്ച കുട്ടികൾ. നേരം ഇരുട്ടി തുടങ്ങിയിട്ടും കുട്ടികൾ കളി തുടരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അവരോട് വീടും വിലാസമൊക്കെ തിരക്കി. വീട് അടുത്തു തന്നെയായിരുന്നു. യക്ഷിയമ്മൻ ആൽത്തറയുടെ പിന്നിലെ വഴിയിൽ. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനങ്ങളുടെ സംയോജനത്തെ തുടർന്ന് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറി വന്ന ഒരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു അച്ഛൻ. കുറച്ചു ദൂരമേ ഉള്ളുവെങ്കിലും ഇരുട്ടു തുടങ്ങിയ നേരത്ത് വിജനമായ വഴിയിലൂടെ കുട്ടികളെ തനിച്ച് വിടേണ്ടെന്ന് കരുതി